നാം പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു വേദമാണ് 23-ാം സങ്കീർത്തനം. ഇത് എഴുതിയത് ആരാന്ന് പറഞ്ഞു? ദാവീദായിരുന്നു എഴുതിയത്. ദാവീദ് രാജാവ് ഏത് കാലഘട്ടത്തിലാണ് എഴുതിയെന്ന് പറഞ്ഞു? താൻ രാജാവായതിന് ശേഷമാണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. ഇനി അല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ല. എനിക്ക് രാജസ്ഥാനത്തിരിക്കുന്ന ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നുവെന്ന്. എന്തുകൊണ്ടാണ് യഹോവയെ തൻ്റെ ഇടയൻ എന്ന് താൻ പറയാൻ കാരണം എന്നാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. എന്തായിരുന്നു കാരണം? യഹോവ ആരെന്ന് അവന് ചൊവ്വ അറിയാമായിരുന്നു. താൻ ഇടയനാക്കാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് ദാവീദ് ചൊവ്വ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്, യഹോവയാണ് എൻ്റെ ഇടയനെന്ന്. ആ യഹോവയായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ ചെയ്ത, തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്ത, ലോകത്തിൽ താൻ ചെയ്ത, യഹോവയായ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ഇടയനായിട്ടിരിക്കാൻ ആരെങ്കിലും യോഗ്യനുണ്ടെങ്കിൽ അത് യഹോവ മാത്രമാണ്. കാരണം അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. അതിനേക്കാളെല്ലാം ഉപരി അവൻ എന്നിൽ പ്രസാദിക്കുന്ന, ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ, എന്നോടുള്ള ബന്ധത്തിൽ അവൻ എന്നെ കരുതലുള്ളൊരു ദൈവമാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഇഫ് ദർ ഇസ് എനിവൺ ഹും ഐ വാണ്ട് ടു ബി മൈ ഷെപ്പേർഡ്, എൻ്റെ ജീവിതത്തിൻ്റെ ഇടയനായിരിക്കാൻ ഞാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് യഹോവയായിരിക്കും. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണോ കേവലം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്? ഒരു പെന്തക്കോസ് ഭവനത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണോ ഒരു പെന്തക്കോസുകാരനായിട്ട് ജീവിക്കുന്നത്? അതോ ഈ ദൈവത്തെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടാണോ ഞാൻ ഈ ദൈവത്തെ സേവിക്കുമെന്ന് തീരുമാനമെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് നാം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു, വൈ David decided to have Yahweh, Jehovah as his shepherd. എന്തുകൊണ്ടാണ് യഹോവയെ തൻ്റെ ജീവിതത്തിൻ്റെ ഇടയനായി കൽപ്പിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, തീരുമാനിപ്പാൻ അങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് നാം പഠിച്ചത്, ചിന്തിച്ചത്. ഇനി അടുത്തത് അതേ ഇതിൻ്റെ രണ്ടാം ഭാഗത്ത്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ദാവീദ് പറയുക, the position what I have given to Yahweh in my life, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ യഹോവയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനം, ഹീസ് മൈ ഷെപ്പേർഡ്, എൻ്റെ ഇടയനായിട്ട്. ദാവീദിൻ്റെ ജീവിതം, ഈ സങ്കീർത്തനം എഴുതുന്ന കാലഘട്ടത്തിൽ ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ അവൻ ഒത്തിരി സ്ഥാനങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. കുറേ നാൾ അവിടെ ഇടയനായിരുന്നു. പിന്നെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കുറച്ച് നാൾ ഒരു സംഗീതജ്ഞനായിട്ട്, വീണവായനക്കാരനിരിക്കാൻ ഒരു അവസരമില്ല. അങ്ങനെ ആ കൊട്ടാരത്തിൽ എത്തുന്ന മൂപ്പര് എവിടാ? ശൗലിന് ഒരു ദുരാത്മാവ് കയറുമ്പോൾ ആരെങ്കിലും നല്ല സംഗീതം കേട്ട ദുരാത്മാവ് പോവുമായിരുന്നു. അങ്ങനത്തെ ആത്മാവുണ്ട്. സംഗീതം കേട്ടാൽ ഒതുങ്ങുന്ന ആത്മാവുണ്ട്. പോട്ടെ, അങ്ങോട്ട് പോകുന്നില്ല, ജഡത്തിൽ നിന്നാവും. പിന്നെ വല്ലതും പറഞ്ഞു, സംഗീതം കേട്ട ഒതുങ്ങുന്ന ആത്മാവുണ്ട്, ഇല്ലയോ? ഇല്ല, കരയുന്ന പിള്ളേർക്ക് നല്ല പാട്ട് വെച്ച് കൊടുക്കുക, അവരതുപോലെ എന്ത് ചെയ്യും? ഒതുങ്ങും. അപ്പം അങ്ങനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഒരു നല്ല മ്യൂസീഷ്യൻ എവിടെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ കിന്നര വായനയിൽ നിപുണനായ ഒരുത്തൻ ഇശായിയുടെ ഭവനത്തിലുണ്ടെന്ന് അറിവ് കിട്ടി, കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊട്ടാരത്തിലേക്ക് അവന് പ്രവേശനം ലഭിക്കുന്നത് മ്യൂസിഷ്യനായിട്ടാണ്. വല്ല താലന്തും കൃപയും ഉണ്ടെങ്കിൽ അത് കളയരുത്. അത് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു ദിവസം ഗുണം ചെയ്യും. ദൈവം എന്തെങ്കിലും കൃപ തന്നാലേ അതൊക്കെ എന്ത് ചെയ്യണം? ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ആരറിഞ്ഞു, ചിലപ്പം ആ ഒരു പോസ്റ്റിലൊക്കെ ആയിരിക്കും ഒരാളെ വേണ്ടേ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് അങ്ങനെ പ്രവേശനം ലഭിച്ചു. അപ്പോൾ കുറേ നാൾ ഒരു മ്യൂസിഷ്യൻ്റെ ക്യാപ്പായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ദാവീദിനുണ്ടായിരുന്നത്. ബോർഡുണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെ വരച്ച് കാണിച്ചു തന്നെ. കുറച്ച് വേണ്ട, ഇപ്പം വേണ്ട, കുറച്ച് നാൾ
ആട്ടിടയൻ്റെ ക്യാപ്പായിരുന്നു. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പോസ്റ്റർ വെളിപ്പെടുത്തുന്നത്, അവൻ്റെ ആ തൊപ്പിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ ചെറുക്കൻ്റെ ഒരു തൊപ്പിയായിരുന്നു. പിന്നെ ആ തൊപ്പിയൊക്കെ കളഞ്ഞു വെച്ചപ്പോൾ എന്തായി, ഒരു മ്യൂസിഷ്യൻ, കൊട്ടാരത്തിൽ ഒരു മ്യൂസിഷ്യൻ്റെ തൊപ്പി കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വന്നോ കിട്ടിയത് എന്നാണെന്നറിയാമോ? രാജാവിൻ്റെ മരുമോനായിരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി, ഇല്ലയോ? അടുത്തൊരു ക്യാപ്പായിരുന്നു കൊട്ടാരത്തിലെ, ഇല്ലേ? അതിയൊക്കെ പോയാൽ ചിലർക്ക് വേദനിക്കും, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, ഇല്ലേ? മ്യൂസിഷ്യനായിട്ട് വന്നിട്ട് മരുമോന്മാരായവരുണ്ട്, ഡ്രൈവറായിട്ട് വന്ന് മരുമോന്മാരായവരുണ്ട്, ദൂത, ഇല്ലേ? കിച്ചൺ ഡ്യൂട്ടിക്ക് വന്ന് ഭാര്യയായിട്ട് മാറിയവരുണ്ട്. ദാവീദ് മ്യൂസിഷ്യനായിട്ട് വന്ന്, നിങ്ങളെ ആരും ഉദ്ദേശിച്ചൊന്നല്ല കേട്ടോ പറഞ്ഞു, എൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ചോ? പിന്നെ കുറച്ച് നാളുവൻ ആരാ? ശൗലിൻ്റെ മരുമോൻ എന്നുള്ള ഒരു ക്യാപ്പ്, ആ ഒരു തൊപ്പിയായിരുന്നു കുറച്ച് നാളാണ് ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ശൗൽ ഇവൻ്റെ പ്രാവീണ്യവും ഇവൻ്റെ മിടുക്കും ഒക്കെ കണ്ടപ്പോൾ അടുത്ത പോസ്റ്റ് കൊടുത്ത് എന്തുവാണെന്നറിയാമോ? സൈന്യാധിപനായിട്ട് അവനെ എന്ത് ചെയ്തെന്നറിയാമോ? ഉയർത്തി. ദാവീദിനെ ശൗലിൻ്റെ യുദ്ധങ്ങളൊക്കെ നടത്തുന്ന, അതിനൊക്കെ വേറൊരു തെളിവുണ്ട്, യുദ്ധങ്ങളൊക്കെ നടത്തുന്ന ഒരു സൈന്യാധിപനായിട്ട് ദാവീദ് ഉയർത്തപ്പെട്ടു. എത്ര തൊപ്പി കിട്ടി? ഇടയനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു, കൊട്ടാരത്തിലെ മരുമോനായി, അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു? സൈന്യാധിപനായി. ഇനിയുണ്ട്, അടുത്ത തൊപ്പിയിൽ കയറാൻ പോവുക. അടുത്തത് ശൗലിൻ്റെ ബദ്ധ ശത്രുവായിട്ട് മാറി ഇവൻ. ബാക്കി എല്ലാ തൊപ്പിയും പോയി. അടുത്തത് ശൗലിനോട് ചോദിക്കുക, നിനക്കൊരാളെ കൊല്ലാൻ ചാൻസ് കിട്ടിയ ആരെ കൊല്ലാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ പറയും ദാവീദിനെ. അവനെ എനിക്ക് എന്ത് ചെയ്യുന്നത്? കാര്യം എന്നാണെന്നറിയാമോ? ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ. ഏതാണ്ടൊരു യുദ്ധം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് വിവരമില്ലാത്ത കുറേ പെണ്ണുങ്ങളെല്ലാം കൂടെ പാടി, വിവരമില്ലാതെ നമുക്ക് തോന്നുന്നെങ്കിൽ ഒരു ദാറ്റ്സ് വാസ് എ പ്രൊഫറ്റിക് സോങ്, പ്രവചനാത്മാവിൽ പാടിയതാ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അത് ഞാനൊരു കാര്യം പറയാം, വല്ല പാട്ടും അറിയാമെങ്കിൽ സൂക്ഷിച്ചൊക്കെ പാടിക്കോളൂ. അല്ലെങ്കിൽ ചിലരുടെ നിൻ്റെ പാട്ട് മൂലം ചിലർ എന്ത് ചെയ്തെന്നറിയാമോ? ചിലരോട് ശത്രുത്വം പുലർത്തും. അതും ഒരു ദൂത, അങ്ങനെ അതും വിടുക. അത് കഴിഞ്ഞ് അടുത്ത തൊപ്പി യഹൂദയുടെ രാജാവായിട്ടാണ്. ചില ഗോത്രങ്ങളുടെ മാത്രം രാജാവായിട്ട് അവനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. അതും കഴിഞ്ഞ് അടുത്തൊരു ഇത് കിട്ടി, ഇസ്രയേലിൻ്റെ മുഴുവൻ രാജാവായിട്ട്. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ ആര്? ദാവീദ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ദാവീദിൻ്റെ ആ ചരിത്രം മനസ്സിലായി? ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ഓടിച്ചങ്ങ് പോവായിരുന്നു. ഇത്രയും വ്യത്യസ്ത പൊസിഷനിലൂടെ, സ്ഥാനങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ് ദാവീദ്. അപ്പം ജീവിതത്തിൽ പറയാൻ കുറേ അനുഭവങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. അങ്ങനെ സകല യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ദേശത്ത് സമാധാനം വന്നിരിക്കുന്ന സമയത്ത് പെട്ടകത്തെ മടക്കി കൊണ്ടുവരുന്നു. അവൻ തൻ്റെ ജീവിതത്തിലേക്കൊന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ആരായിരുന്നു ഈ നാളുകളിലെല്ലാം? നമ്മളൊരു വലിയ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ പിന്നെ ആ പൊസിഷനോട് അനുയോജ്യമായതും അതിനോട് ചേർന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ താല്പര്യപ്പെടുത്തുള്ളൂ, ഇല്ലേ? ഇല്ലേ, മുളക് ചമ്മന്തിയും കപ്പയും തിന്നവന് ജോലിയൊക്കെ കിട്ടി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബർഗറാവേണ്ടേ അവന്, മറ്റൊന്നും പറയാൻ അവന് കൊച്ചുനാൾ തൊട്ടേ അവൻ ബർഗർ തിന്നു വന്ന പോലെ അവൻ്റെ സംസാരം കേട്ടാ. കാരണം ഇപ്പം എനിക്ക് ബർഗറിനോട് പിണക്കൊന്നുമില്ല കേട്ടോ. ഈ ചിലരുടെയൊക്കെ ഈ ചില സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാവവും കെട്ടും മട്ടുമൊക്കെ കണ്ടാൽ ഇവൻ ഇങ്ങനെ അങ്ങ് ജനിച്ചവനാണെന്ന് തോന്നും. അതും പറഞ്ഞ് ഞാനങ്ങ് വിടുക. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നടത്തിയ ദൈവത്തെക്കുറിച്ച് അവൻ ആലോചിച്ചപ്പോഴാണ് ഒരു സംഗീതം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വന്നു. എൻ്റെ ദൈവത്തെക്കുറിച്ചൊരു പാട്ട്, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു പാട്ട്
പാടാനായിട്ട് അവൻ്റെ അന്തരാത്മാവിൽ ഒരു ശബ്ദം കേൾക്കുക. അവൻ പാടി, യഹോവ എൻ്റെ രാജാവാകുന്നു എന്നാണ് വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടത്, ആ സമയത്ത് പാടേണ്ടത്. കാരണം രാജാവാണ്. പക്ഷെ അവൻ പാടിയത് കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ വെച്ച് നോക്കിയപ്പോൾ ദൈവം എൻ്റെ രാജാവെന്ന് പറയുന്നതിനേക്കാൾ, ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് ഇതൊക്കെ ശരിയാ എന്ന് പറയുന്നതിനേക്കാൾ എനിക്കെൻ്റെ ജീവിതത്തോട് ചേർത്ത് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, അവൻ എൻ്റെ ഇടയനാ. ബാക്കി ഏതൊരു ബന്ധത്തെക്കാൾ, മറ്റേതൊന്നും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. രാജസ്ഥാനത്തിരിക്കുന്ന ദാവീദിന് ദൈവം തന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികളെക്കുറിച്ചെല്ലാം ഓർത്തപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയാൻ അവൻ കണ്ടെത്തിയ പദമാണ് അവൻ എൻ്റെ ഇടയൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ, നീയും ദൈവവുമായുള്ള ബന്ധം ഒറ്റ ഒരു സെൻറ്റൻസിൽ, ഒറ്റ വാചകത്തിൽ എഴുതാൻ പറഞ്ഞാൽ എന്തോ എഴുതും? ബ്യൂട്ടീഷ്യൻ നടത്തുന്നവർ എഴുതും, എന്തോ എഴുതും? ഹീ ഈസ് മൈ ബ്യൂട്ടീഷ്യൻ എന്ന് എഴുതും അല്ലേ? ബിസിനസ്സുകാരൻ എന്തോ എഴുതും? ഹീ ഈസ് മൈ ബിസിനസ് പാർട്ട്ണർ. കൃഷിക്കാരൻ എന്തോ എഴുതും? ഈ അനുഭവങ്ങളെല്ലാം ഈ അനുഭവങ്ങളിൽ കൂടെ എല്ലാം കടന്നുപോയാ ദാവീദ് അതിൽ ഏറ്റവും ഊഷ്മളമായൊരു ബന്ധത്തെ തിരഞ്ഞെടുത്തിട്ട് പറയുക, യഹോവ എൻ്റെ ഇടയൻ. അത് പറയാൻ കാരണമുണ്ട്. ദൈവം എൻ്റെ ഇടയനെന്ന് ദാവീദ് പറയാനായിട്ട് എൻ്റെ മുൻപിലുള്ള സമയത്ത് വരിക്കകത്ത് നിന്നുകൊണ്ട് ഞാനൊരു 7-8 കാരണങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ നിരത്താം. ഒന്ന്, ദൈവം തന്നെ താൻ ഇടയനാണെന്ന് വേദപുസ്തകത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു 48 വാക്യമെങ്കിലും വേണമെങ്കിൽ ഇന്ന് തരാം. ദൈവം താൻ ഇടയനാണെന്ന് സ്വയം വെളിപ്പെടുത്തിയ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ. 80-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം എഴുതേണ്ടവർക്ക്, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്ന ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. ഇത് വേണമെങ്കിൽ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയാം. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ വെളിപ്പെടുത്തു, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനേ. അപ്പൊ ആട്ടിൻകൂട്ടത്തെ പോലെ ഇസ്രായേലിനെ നടത്തിയ ഇടയൻ ആരാ? കെരൂബുകളിന്മേൽ അധിവസിക്കുന്ന ദൈവം. അവനാരാ? യഹോവയായ ദൈവം. അപ്പൊ ദൈവം സ്വയമായി ഇസ്രായേലിനെ വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ ഇടയനെന്ന. നമുക്ക് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഇടയനെന്നാണ് ദൈവം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ആ ആ ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഇസ്രായേലിന്റെ പാറയായ ഇടയൻ ആരാ? യഹോവയായ ദൈവം. 95-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. അവൻ നമ്മുടെ മേയ്പ്പൻ, നമ്മളെ മേയ്ക്കുന്നവൻ, നമ്മുടെ ഇടയൻ. സങ്കീർത്തനം 79-13. നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായ ഞങ്ങൾ ആടുകൾ, നീ ഞങ്ങളെ മേയ്ക്കുന്ന ഞങ്ങളുടെ ഇടയൻ. 100-ാം സങ്കീർത്തനം 3-ാം വാക്യം. യഹോവ തന്നെ ദൈവം എന്നറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവൻ എൻ്റെ മേയ്പ്പർ, അവൻ എൻ്റെ ഇടയൻ. യെരമ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചു. ബാബേൽ നിന്ന് ഓടി കൽദയ ദേശം വിട്ടുപോകുവീൻ, ആട്ടിൻകൂട്ടത്തിന് മുൻപായി നടക്കുന്ന മുട്ടാടുകളെ പോലെ ആയിരിപ്പിൻ. ഇസ്രായേൽ ജനത്തെ എന്തോ അവിടെ പറയുന്നേ? മുട്ടാടുകൾ എന്നല്ല, ആട്ടിൻകൂട്ടം എന്നാണ് പറഞ്ഞത്. സംഗതി ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ട്, എങ്കിലും ഇസ്രായേൽ ജനത്തെ എന്തോ പറയുന്നത്? ആട്ടിൻകൂട്ടം എന്നാണ് പറയുന്നത്. വിസ്താര ഭയത്താൽ ഞാൻ ഇനി അധികം വാക്യത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ദൈവം
തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനാ? ഞാനാ നിങ്ങളുടെ മേയ്പ്പർ, ഞാനാ നിങ്ങളുടെ ഇടയൻ. ദൈവം തമ്പുരാൻ അങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഏറ്റവും നല്ലത് ഏതാ? കർത്താവ്, നീ എൻ്റെ ഇടയനായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലത്, അല്ലേ? ദൈവം ഇസ്രായേലിനോട് പറയാ, ഞാനാ നിങ്ങളുടെ ഇടയൻ. അത് മനസ്സിലാക്കിയ ദാവീദ് പറയുക, യഹോവേ നീ എൻ്റെ ഇടയനാകുന്നു. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? നീ ഇസ്രായേലിൻ്റെ ഒക്കെ ഇടയൻ, അതൊക്കെ ശരിയാ, പക്ഷേ എൻ്റെ ഇടയനും കൂടാ, എൻ്റെ ഇടയനാ. തൃശ്ശൂരിൽ കുറച്ച് പേർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. ദാനിയേൽ പാസ്റ്ററാ ഞങ്ങളുടെ ഇടയനെന്ന്, ഞങ്ങളുടെ പാസ്റ്ററാന്ന് പറയാൻ പറ്റുന്നത്. പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് നിനക്ക് പറയാൻ പറ്റുമോ? യഹോവ എൻ്റെ ഇടയൻ. ദാവീദ് ദൈവത്തെ ഇടയനെന്ന് വിളിക്കാൻ കാരണം ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെട്ടേക്കുന്നത് ഇടയനായിട്ടാണ്. 2, ഒരു ഇടയൻ ചെയ്യേണ്ടതെല്ലാം ഈ ദൈവം ദാവീദിനോടുള്ള ബന്ധത്തിൽ ചെയ്തിട്ടുണ്ട്. കേവലം പേരുകൊണ്ട് മാത്രം മൂപ്പർ ഇടയനായിട്ടിരിക്കുകയല്ല. ഇടയ വൃത്തി എന്ന് പറഞ്ഞാൽ ഈ ക്ലൻലിനെസ് എന്നുള്ള ഒരു ഇടയൻ ചെയ്യേണ്ട പ്രവൃത്തി മുഴുവനും ദൈവം ആർക്ക് വേണ്ടി ചെയ്തു? ദാവീദിന് വേണ്ടി ചെയ്തു. അതുകൊണ്ടും കൂടെ പറഞ്ഞ് അവനാ എൻ്റെ ഇടയനെന്ന്. ഒരിടയൻ തൻ്റെ ആടിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ഇവൻ എനിക്ക് വേണ്ടി ചെയ്തു. എൻ്റെ ജീവിതത്തെ നോക്കിയാൽ എനിക്കിവനെ കുറിച്ചൊന്നേ പറയാനുള്ളൂ, ഇവൻ എൻ്റെ ഇടയൻ തന്നെ. നോ ഡൗട്ട്. എന്തൊക്കെയാ ദൈവം ദാവീദിനോടുള്ള ബന്ധത്തിൽ, ദൈവം ഒരു ഇടയൻ എന്നുള്ള ബന്ധത്തിൽ ചെയ്തത് എന്താണെന്ന് നോക്കാം. 1, ഒരു ഇടയൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? ഒരു ആട്ടിൻകൂട്ടത്തിന് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്ന ഒരുത്തനാണ് ഇടയൻ. ഒരു ഇടയൻ്റെ ചുമതലയാണ് ആട്ടിൻകൂട്ടത്തെ എന്ത് ചെയ്യുക? തീറ്റി പോറ്റുക എന്നുള്ളത്. ചില ഇടയന്മാരെ കണ്ടത് അവരുടെ ആകെ ജോലി കറക്കുക എന്നുള്ളത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ എന്തോ, കറക്റ്റ് 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹം ഇവരെന്ത് ചെയ്തോളും? വിശ്വാസികളുടെ വീട്ടിൽ ചെല്ലും. എന്തിനാ? കറക്കാനായിട്ട്, അവരുടെ അംശം കറന്നെടുത്തോണ്ടിങ്ങ് പോരാനായിട്ട്. പിന്നെ ഇയാളെ മഷിയിട്ട് നോക്കിയാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? കാണത്തില്ല. ഒരു ഇടയൻ്റെ ജോലി ടു ബി ദ പ്രൊവൈഡർ ഓഫ് ഹിസ് ഷീപ്പ്. തൻ്റെ ആടുകളുടെ പ്രൊവൈഡർ, പോഷിപ്പുകാരനായിരിക്കുക എന്നുള്ളതാ. ദാവീദിന് പറയാൻ പറ്റും തന്നെ പോഷിപ്പിച്ച വഴികൾ, ദൈവം തന്നെ നടത്തിയ വഴികൾ. ചുമ്മാതല്ല ഈ ദൈവത്തെ കയറി നീ എൻ്റെ ഇടയനെന്ന് വിളിച്ചത്. എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നേ വരെയുള്ള നാൾ വഴികളിലെല്ലാം എൻ്റെ പോഷിപ്പുകാരനായി നീ എന്നോടിരുന്നു. എനിക്ക് ധരിപ്പാൻ വസ്ത്രവും ഭക്ഷിപ്പാൻ ആഹാരവും താമസിപ്പാൻ ഭവനവും, ഞാനായിരുന്ന നാടുകളിലൊക്കെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് തന്ന ഒരുത്തനുണ്ട്. അവനെയാ എനിക്ക് എൻ്റെ ഇടയനെന്ന് വിളിക്കാനായിട്ടൊക്കത്തുള്ളൂ. അവന് അനുയോജ്യമായ വേറെ യാതൊരു പേരുമില്ല. അവൻ്റെ പേരത്രേ ഇടയൻ. ദാവീദ് ദൈവത്തോട് പറയുന്നു, നീ എൻ്റെ ഇടയനാ, കാരണം യു ആർ മൈ പ്രൊവൈഡർ. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അതുകൊണ്ടാണ് നാം പാടിയത്, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായി എനിക്കെല്ലാം നൽകി തന്നൊരുവനുണ്ട്. അവനത്രേ എൻ്റെ ഇടയൻ, അവൻ്റെ പേരത്രേ യഹോവ. ചോദിക്കട്ടെ, ദൈവം നിൻ്റെ പ്രൊവൈഡറായിട്ട്, നിൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം നൽകി തരുന്നവനായിട്ട് അവൻ നിന്നോടുകൂടെ കഴിഞ്ഞ നാളുകൾ മുഴുവൻ ഇരുന്നിട്ട് അവനെ ഇടയനെന്ന് വിളിക്കാൻ നിനക്കെന്നാ ഇത്രയൊരു ബുദ്ധിമുട്ട്? ഒരു ഇടയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ദൈവം ദാവീദിന് വേണ്ടി ചെയ്തു. എ ട്രൂ ഷെപ്പേർഡ്, ഒരു നല്ല ഇടയൻ, ആടുകളുടെ പ്രൊവൈഡറാ. താൻ കഴിച്ചില്ലെങ്കിലും ഹി വിൽ മേക്ക് ഷുവർ, അവനൊരു കാര്യം ഉറപ്പുവരുത്തും, എൻ്റെ ആടുകൾക്ക് ആഹാരം ലഭിച്ചെന്ന്. 23-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ നടത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് ഓരോ ദിവസവും എനിക്ക് ആവശ്യമുള്ളത് എന്തെന്നറിഞ്ഞ് എൻ്റെ ഇടയൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുക. എന്തെങ്കിലും വേണമെങ്കിൽ കഴിച്ചോന്ന് പറഞ്ഞിട്ടല്ല, ദ ബെസ്റ്റ്.
എന്നിട്ട് അടുത്ത് വായിക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ആ 3 വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. ദാറ്റ് ഷോസ് ദ പ്രൊവിഷൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പോഷിപ്പ്. ചോദിക്കട്ടെ, ജനിച്ച് വീണ് ഇത്രയും വർഷം ഒന്നിനും കുറവില്ലാതെ ദൈവം നടത്തിയില്ലേ? സമൃദ്ധിയായിട്ടൊന്നും ഇല്ലേലും പട്ടിണി കിടക്കാതെ ദൈവം നടത്തിയില്ലേ? ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നപ്പോൾ, ഈ കൊറോണ കാലത്തും എത്രയോ അടുപ്പുകളിൽ തീ പുകയാതിരുന്നപ്പോൾ ഒരു കുറവുമില്ലാതെ ദൈവം നിന്നെ നടത്തിയില്ലേ? പരിപാലിച്ചില്ലേ? സൂക്ഷിച്ചില്ലേ? അവൻ വേണ്ടുന്നതൊക്കെ തന്നില്ലേ? അവൻ എൻ്റെ പോഷിപ്പുകാരൻ. ദാവീദ് തിരിഞ്ഞു നോക്കിയപ്പോൾ, ഇവനെ ഇടയനല്ലാതെ വേറെ എന്നാ വിളിക്കാനാ? ഇവനെ ഇടയനെന്നല്ലാതെ വേറെ എന്നാ വിളിക്കണ്ടേ? അവനെൻ്റെ ഇടയനാ. ഡേവിഡ് സെയ്സ്, ദാവീദ് അത് പറയുമ്പോൾ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ വഴികൾ അവനെ എണ്ണി എണ്ണി പറയാനുണ്ട്. ദൈവം അവനെ പരിപാലിച്ച വിധങ്ങളെക്കുറിച്ച് അവൻ എണ്ണി എണ്ണി പറയാനുണ്ട്. അവന് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ദാവീദ് ദൈവത്തെ ഇടയനെന്ന് വിളിക്കാൻ കാരണം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഹി വാസ് ദ പ്രൊവൈഡർ. പോഷിപ്പുകാരനായി അവനിരുന്നു. 2, ഒരിടയൻ ചെയ്യുന്ന രണ്ടാമത്തെ ദൗത്യം എന്നാണെന്നറിയാമോ? പ്രൊട്ടക്ടർ, സംരക്ഷകനായിട്ട്. പരിപാലനവും സംരക്ഷണവും രണ്ടും രണ്ടാ. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്തു? സംരക്ഷിക്കുന്നവനായിട്ട്. എത്ര അപകടങ്ങളുണ്ടായി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ എടുത്ത് നോക്കിക്കേ. ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന കാലത്ത് കരടി, സിംഹം. അത് കഴിഞ്ഞ് രാജകൊട്ടാരത്തിലേക്ക് വന്നപ്പോഴോ അമ്മായിപ്പൻ. ഈ ശൗൽ ആ ആള് മഹാവില്ലനാ. കാരണം അവൻ അവൾക്കൊരു കെണിയായിരിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തത്? മീനുകളെ കെട്ടിച്ച് പോലും കൊടുക്കുന്നേ. ശൗലിൻ്റെ എത്ര പ്രാവശ്യം കുന്തേറ്, എന്തെല്ലാം അനുഭവം. കുറച്ചുകൂടെ ഒന്നേ സ്വന്തം മകൻ പോലും എതിരായിട്ട് രാജസ്ഥാനം വിട്ടുകൊണ്ടേണ്ടി വന്നില്ലേ? അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഇരുന്ന് ദൈവം പരിപാലിച്ചത് ഓർക്കുമ്പോൾ, യഹോവേ ഇടയനെന്നല്ലാതെ ആരെന്ന് ഞാൻ വിളിക്കും? സകല ആപത്തുകളിൽ നിന്നും സകല അനർത്ഥങ്ങളിൽ നിന്നും എത്രയോ പ്രാവശ്യം തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടില്ലേ? തൊട്ടില്ല എന്നുള്ള രീതിയിൽ ആ അപകടത്തിൽ ഒഴിവായി പോയേ. ദാവീദ് അതൊക്കെ ചിന്തിച്ചു. ഒരു ഇഞ്ച് മാറിയായിരുന്നെങ്കിൽ ശൗലെറിഞ്ഞ കുന്തം ദാവീദിന്റെ ശരീരത്തിൽ കൊണ്ടേനെ. ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ ഓർത്തപ്പോഴ, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗാഡ്. സങ്കീർത്തനക്കാരൻ്റെ ഭാഷ ഞാൻ കടമെടുത്തിട്ട് പറയട്ടെ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ തന്നെ മറച്ചു. നിനക്കെതിരെ വന്ന ശത്രുവിൻ്റെ ആയുധങ്ങളുടെ മുൻപിൽ ഈ തൂവലൊന്നുമില്ലെങ്കിലും തൻ്റെ തൂവലുകളുടെ ഉള്ളിൽ, തൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ ദൈവം തന്നെ പരിപാലിച്ചു. ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ, നീ അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ ദൈവം നിന്നെ പരിപാലിച്ചത്, ദാവീദിനെ പരിപാലിച്ച സംഭവങ്ങളൊക്കെ ദാവീദിൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി മറിയുക. എന്നേ മരിച്ചു പോകേണ്ടതായിരുന്നു. എത്ര ആക്സിഡൻ്റ് കഴിഞ്ഞാൽ വിജുപാസ്, എത്ര എണ്ണം, എന്തെല്ലാം നടന്നു. പുറത്ത് പറഞ്ഞതുകൊണ്ട് പറയാത്തതുകൊണ്ട്, ചിലതൊക്കെ അറിഞ്ഞാൽ വീട്ടുകാർ നമ്മൾ പറഞ്ഞ് മിണ്ടിയിട്ട് പോലുമില്ല. അതെന്നെല്ലാം ദൈവം നമ്മളെ പരുവാ. ദാവീദ് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അവൻ എൻ്റെ ഇടയനാ, എൻ്റെ പരിപാലകൻ, എൻ്റെ പോഷിപ്പുകാരൻ മാത്രമല്ല, ഹീ ഈസ് മൈ പ്രൊട്ടക്ടർ. തൻ്റെ തൂവലുകളിൽ അവൻ എന്നെ മറച്ച്, തൻ്റെ ചിറകളിൽ അവൻ എന്നെ മറച്ച്, ശത്രുവിൻ്റെ കണ്ണിൽ ഞാൻ പെടാതെ, അവൻ്റെ പല്ലനെ ഞാൻ ഇരയായിത്തീരാതെ എന്നെ നടത്തിയ ദൈവമേ, നീ എൻ്റെ ഇടയൻ തന്നെ. അവനെൻ്റെ ഇടയൻ. കാരണം അവനെൻ്റെ പ്രൊട്ടക്ടറായിട്ട് എന്നോട് കൂടെ ഇരുന്നു. 3, ഹി വാസ് മൈ ലീഡർ. എന്നെ നയിക്കുന്നവനായിരുന്നു അവന്. ദാവീദിൻ്റെ ജീവിതത്തിൽ നോക്കിയേ, ദാവീദിനെ നയിക്കുന്നത് മുഴുവൻ ആരാണെന്നറിയാമോ?
ഒരു ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന പോലെ ഇടയൻ അവർക്ക് മുൻപായിട്ടാണ് നടക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം മുൻപടയായി നടന്നു എല്ലായിടത്തും. ഗോലിയാത്തിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നാ ഗട്ട്സായിരുന്നെന്ന് ദാവീദിന് ഈ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാനായിട്ട്. ഒരു രീതിയിലും ഗോലിയാത്തിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള ഒന്നും കയ്യിലില്ല. ആൾബലമുണ്ടോ? ഇല്ല. ആയുധം അറിയാമോ? ഇല്ല. ഒന്നുമില്ല. എന്നിട്ടും അവൻ ഗോലിയാത്തിന് നേരെ പാഞ്ഞു എന്നതിൻ്റെ കാര്യം എന്നാ അറിയുമോ? യഹോവ എൻ്റെ മുൻപിലുണ്ട്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ മുൻപിലുണ്ട്. ഹീ ഈസ് ലീഡിങ് മീ. അവനാ എന്നെ നയിക്കുന്നത്, അവനാ എന്നെ നടത്തുന്നത്, അവനാ എൻ്റെ മുൻപിലുള്ളത്. അത് തിരിഞ്ഞു നോക്കി. ഒരു ദിവസം ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്തൊരു ട്രാപ്പിൽ ദാവീദ് ചെന്ന് പെട്ടു. ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആഖീശ് രാജാവിൻ്റെ മുമ്പിൽ ആളെ തിരിച്ചറിയുകയും ചെയ്തു. ഉടനെ ദൈവാത്മാവ് എന്തോ പറഞ്ഞൊരു ബോധം കൊണ്ടു, പൊട്ടം കളിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷ പൊട്ടം കളിച്ചോളാൻ പറഞ്ഞു. ബാ, എന്താ ചോദിച്ചാലും ബാ ബാ ബാ, എന്തോ ചോദിച്ചാലും. എൻ്റെ സാധാരണ പറയുന്നൊരു കഥയാണ് അത്. എന്തോ ചോദിച്ചാലും പൊട്ടം കളിച്ചോളാൻ പറഞ്ഞു. ചാടിക്കൂടെയൊക്കെ തുപ്പിലൊക്കെ ഒലിപ്പിച്ച് അവിടെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ആഖീശ് രാജാവ് ഒന്നുവിനെ നോക്കി. ഇസ്രായേലിൻ്റെ രാജാവെന്നും പറഞ്ഞ് പിടിച്ചിട്ടിരിക്കുക. ഏതാ അബീമേലെക്കിൻ്റെ മുമ്പിൽ ഓടി പോകുമ്പോഴാണ്. അതെ, അബീമേലെക്ക് വന്ന് നോക്കിയപ്പോഴതാ ശൗലിൻ്റെ സൈന്യാധിപനെ അവിടെ പിടിച്ചുകൊണ്ട് ഇട്ടേക്കുന്നതൊക്കെ വലിയ ആരാന്ന് നോക്കുമ്പോൾ തന്നെ ആളൊരു വട്ടനാണ്. ചോദിച്ചു, എന്നെ ഇവിടെങ്ങും ഭ്രാന്തന്മാർ കുറവായിട്ടാണ് ഇനി ഈ ഒരുത്തനും കൂടെ ഇവിടെ കൊണ്ട് വിടാൻ പറഞ്ഞവനെയൊക്കെ. ഇങ്ങനെ രക്ഷപ്പെട്ട ആളുകളെ എനിക്കറിയാം. കുന്നംകുളത്തൊരു എനിക്ക് വളരെ പരിചയമുള്ളൊരു മനുഷ്യനുണ്ട് കുന്നംകുളത്ത്. ഇദ്ദേഹത്തിന് ഗൾഫിൽ വലിയ ജോലിയൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞ് ഒന്നാം തരം മനുഷ്യൻ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യൻ, ഇവിടെ നല്ല കാശൊക്കെ ഉണ്ടാക്കിയിരുന്ന ഇതിൻ്റെ മനുഷ്യന് ഇയാൾക്ക് ഗൾഫിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് ഇയാളെ എന്ത് ചെയ്യുന്നറിയുമോ? ഗൾഫിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ എന്തോ ഒട്ടകത്തെ നോക്കാനുള്ള ജോലി ഏൽപ്പിച്ചു കൊടുത്തേ. ഇവിടെ ഒന്നാം തരം ജോലി ചെയ്യുന്ന മനുഷ്യന് അടി അറബിയുടെ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല. പെട്ടെന്ന് ദൈവാത്മാവ് ഈ ദാവീദിൻ്റെ ചിന്ത പെട്ടെന്ന് ഓർമ്മയിൽ കൊണ്ടു. പുള്ളി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതേ പരിപാടി തുടങ്ങി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവൻ മാനസിക രോഗിയായി തീർന്നെന്ന് പറഞ്ഞ് കയറ്റി വിട്ടോളാൻ പറഞ്ഞു. 5 പൈസ മുടക്കില്ലാതെ അവനെ എന്ത് ചെയ്തു? തിരിച്ച് നാട്ടിലോട്ട് കയറ്റി വിട്ടു. എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹീസ് മൈ ലീഡർ. തക്ക സമയത്ത് ആലോചന പറഞ്ഞു തന്ന, തക്ക സമയത്ത് എനിക്ക് നടക്കേണ്ട വഴി എനിക്ക് നൽകി തന്ന, പോരിനായി എൻ്റെ വിരലുകളെയും യുദ്ധത്തിനായി എൻ്റെ കൈകളെയും അഭ്യസിപ്പിച്ച് എൻ്റെ ശത്രുവിന് മുൻപിൽ ഞാൻ ലജ്ജിച്ച് പോകാതെ എന്നെ ജയാളിയായി നടത്തുന്ന ഒരു ലീഡർ എനിക്ക് മുൻപിലുണ്ട്. നോക്കിയപ്പോൾ അവനെ ഇടയനെന്നല്ലാതെ അവന് അനുയോജ്യമായ വേറെ ഒരു പേരുമില്ല. ദാവീദിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയപ്പോഴാ അവൻ യഹോവ എൻ്റെ ഇടയനെന്ന് പറഞ്ഞത്. കാരണം 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. 1, ദൈവം വെളിപ്പെട്ടത് ഇടയനായിട്ടാണ് തൻ്റെ ജനത്തിന് വേണ്ടി. 2, തൻ്റെ പരിപാലകനായി കൂടെ ഇരുന്നു. തന്നെ സംരക്ഷിക്കുന്നവനായി കൂടെ ഇരുന്നു. തൻ്റെ ലീഡറായിട്ട്, തനിക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നവനായിട്ട് ദൈവം കൂടെ ഇരുന്നു. ഈ ദൈവത്തെയാണ് ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ഈ ദൈവാനുഭവങ്ങളെക്കുറിച്ച് രുചിച്ചറിഞ്ഞ ഈ ഭക്തൻ പറയുക, യഹോവ എൻ്റെ ഇടയനാകുന്നു. ബാക്കി അടുത്ത ആഴ്ച ഞാൻ പറയാം. ഇടയനാന്ന് പറയാൻ പിന്നെയും കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ട്. ദാവീദ്, എല്ലാവർക്കും ദൈവസ്ഥനെ എഴുന്നേറ്റ് നിൽക്കാം. എനിക്കറിയേണ്ടത് ദാവീദ് അങ്ങനെ പറഞ്ഞു, നീ എന്തോ പറയും? അതാ എനിക്കറിയണ്ടേ. നിനക്ക് ദൈവത്തെക്കുറിച്ച് എന്നാ പറയാനുള്ളത്? ദാവീദിനോടൊപ്പം ചേർന്ന് പറയാമോ? അവനെൻ്റെ ഇടയൻ തന്നെ. ഈ 3 കാരണങ്ങളും വെച്ച് നോക്കുമ്പോൾ അവനെൻ്റെ ഇടയൻ തന്നെ. എൻ്റെ പരിപാലകനായി, എന്നെ സൂക്ഷിക്കുന്നതിനായി, എൻ്റെ ജീവിതത്തിൻ്റെ വഴിയുള്ള കുറവ് കേൾക്കുന്നവനായി, എനിക്ക് മുന്നമേ നടക്കുന്നവനായി, അവൻ ഇസ്രായേൽ ഇടയനായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ അവൻ ഇടയനായി എന്നോട് കൂടെ ഇരുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ദാവീദിനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു, അങ്ങ് ഞങ്ങളുടെ ഇടയൻ തന്നെയാണ്. ഒരിടയനല്ലാതെ മറ്റാർക്കും ഇതിങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ഒരിടയൻ കരുതുന്ന പോലെ നീ ഞങ്ങളെ കരുതി. അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം, കരുണയ്ക്കായി സ്തോത്രം.
അങ്ങ് തന്നെ ഞങ്ങളുടെ ഇടയനെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ ഏറ്റുപറയുന്നു. ഞങ്ങൾ ഒരിക്കൽ കൂടെ വിളംബരം ചെയ്യുന്നു. ലജ്ജിക്കാതെ ഞങ്ങളതിന് കർത്താവേ സാക്ഷ്യം വഹിക്കുകയാണ്. യാഹേ, നീ എന്നിടയൻ. വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. ജീവിതാവസാനം വരെയും അങ്ങ് ഞങ്ങളുടെ ഇടയനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാൻ കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിർജ്ജനത്തെ സഹായിക്കും, ശക്തീകരിക്കും, ബലപ്പെടുത്തും, നന്മകളാൽ നിറയ്ക്കും. മഹത്വവും സ്തുതിയും ബഹുമാനവും അങ്ങേക്ക് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.